അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള പ്രേക്ഷകരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് വീഡിയോയിൽ വരുന്നത്. നമ്മൾ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യം കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ലോകം മറ്റൊരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് ലോകം ചെന്ന് അവസാനിക്കുക എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇതിന് ഒരു അവസാനമുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എന്ത് ആരോട് എങ്ങനെ പറയണം, ആരെയും വിശ്വാസമില്ലാത്തൊരു യുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെയും. പിന്നെ എന്തിനാണ് നമ്മളൊക്കെ അടികൂടുന്നത്? തീർത്തും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ ലോക സമാധാനം ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പ്രശ്നത്തിലാണ് ഈ മനുഷ്യനെയൊക്കെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പം എല്ലാം കഴിഞ്ഞു എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പോലും അടുത്ത സെക്കൻഡിൽ പ്രശ്നബന്ധിതമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മനുഷ്യൻ ചെന്ന് കയറും. ഇത് ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്, മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. അത് അള്ളാഹു തന്നെ, സൃഷ്ടാവായിട്ടുള്ള പടച്ച റബ്ബ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ, മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെയൊക്കെ മുമ്പിൽ എന്താണ് ആവശ്യം, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ടുള്ളത് ഓരോ ആളുകളും ക്ഷമയോടുകൂടെ ജീവിക്കാൻ പഠിക്കുക. ഇന്നത്തെ നന്മയും എല്ലാ അനുഗ്രഹങ്ങളും നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തീർത്തും നമ്മുടേതാണെന്ന് കരുതിയ പലതും നമ്മളിൽ നിന്ന് അന്യമായി പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ആളുകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. സ്വന്തവും ഒരുപക്ഷെ അനുഭവിച്ചവരായിരിക്കാം. സ്വന്തമാണെന്ന് കരുതിയ എത്രയോ ആളുകൾ ഒന്നുമല്ലാതായപ്പോൾ അവരെല്ലാം നമ്മൾ ഇട്ടേച്ചു പോയതും നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നാണ് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയത്. തീർത്തും ലോകത്തെ അസമാധാനത്തിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന വൻ ശക്തികളും ചെറിയ ശക്തികളും എല്ലാം ഈ ഒരു അർത്ഥത്തിൽ തുല്യരാണ്. ആരും ഒന്നുമല്ലാതെ ആകുന്നൊരു സാഹചര്യത്തിൽ എല്ലാവരുടെ സഹായവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആരുമല്ലാതെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഒറ്റപ്പെടുന്നത് അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരുപാട് കഥകൾ നമുക്കുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിൽ മറ്റൊന്നും കൊണ്ടല്ല. ഒരുപാട് കഥകൾ എൻ്റെ ഈ ട്രെയിനിങ് സെഷനിൽ പോകുമ്പോൾ കേൾക്കാറുണ്ട്. നമ്മളാകാൻ ശ്രമിക്കുക. എല്ലാ അർത്ഥതലങ്ങളിലും അങ്ങനെ ചിന്തിക്കുക. മാത്രമല്ല, നമ്മളാകുമ്പോൾ നമ്മളിൽ നിന്ന് നല്ലതേ വരികയുള്ളൂ, നല്ല വാക്കുകളെ വരികയുള്ളൂ, നല്ല ചിന്തകളെ വരികയുള്ളൂ. ഇന്നലെ നാളെ തിരിച്ചു പോകേണ്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളായിട്ട് നമ്മളെ മോശമാക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് വളരെ വലിയ മോശം ഉണ്ടാകുന്നത്. അത് നമുക്ക് കൂടി മോശമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. എക്കാലവും മനുഷ്യൻ ജീവിക്കുമെന്നൊന്നും ആർക്കും ഒരു കരാറും കോൺട്രാക്റ്റും പടച്ചറബ് തന്നിട്ടില്ല എന്ന ബോധ്യവും നമുക്കൊക്കെ ഉണ്ടാകണം. കാരണം ഈ ചാനലിലൂടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, യുദ്ധസന്നാഹങ്ങളും യുദ്ധാനന്തര കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനും ഒക്കെയായിരുന്നു. പക്ഷേ അതിനൊന്നും ആളുകളില്ല എന്ന വസ്തുതയാണ്. കാണാൻ ആളില്ല. പിന്നെ വസ്തുതാപരമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിക്ക് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ ചാനലിനെ വഴിമാറ്റി സഞ്ചരിപ്പിച്ചു. അവിടെയും പറയാൻ ആഗ്രഹിക്കുകയാണ്, നല്ല രീതിക്ക് മോട്ടീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തയ്യാറാകുക. നമ്മളെക്കൊണ്ട് ഒരാളെങ്കിലും നല്ല ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടാൽ അതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമുഹൂർത്തം. ഈ കാലത്ത് വാപ്പയെ കണ്ടുകൂടാത്ത, ഉമ്മയെ വെറുപ്പിക്കുന്ന ഒരുപാട് മക്കൾ ജനിച്ചു വളരുന്ന ലോകമാണ്. ഇവിടെയാണ് അശാന്തിയുടെ പുകമറകളൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു വലിയ സായം സന്ധിയിലേക്ക് അവർ ചെന്നടക്കുകയാണ്. ഇത് കണ്ട് സഹിക്കാനാവാത്ത വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടവരും കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷെ അവരോട് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊരൊറ്റ വാക്കിൽ ഒതുക്കുകയാണ്. എന്താണ് അവർ കേൾക്കാത്തത്? സത്യത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയതുപോലെ അവരിതും മാറിയിട്ടുണ്ട്. തീർത്തും അവരുടെ മാറിപ്പോകാനുള്ള കാര്യം അവരുടെ സറൗണ്ട് സിസ്റ്റം നമ്മളാണ്. നമ്മൾ മാറേണ്ടടുത്ത് എവിടെയൊക്കെ മാറാതെ പോയപ്പം നമ്മളെ കണ്ട് അവർ പഠിച്ചു. അവരും വലിയ മാറ്റങ്ങൾ നമ്മളെക്കാൾ മുമ്പേ ആവിഷ്കരിച്ചു. അവിടത്തേക്ക് അവരുടെ തലയിലേക്ക് അല്ല അവരുടെ ബ്രെയിനിലേക്ക് കുത്തിവെച്ചു. അവരുടെ ജീവിതം അതായിരിക്കും. ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അവരാദ്യം മനസ്സിലാക്കുന്നത്. ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് വാപ്പയിലൂടെയോ ഉമ്മയിലൂടെയോ കേട്ടറിഞ്ഞ ആ ഒരു രീതി ആ മൈൻഡിൽ നിന്ന് വർക്കൗട്ടാകുമ്പോൾ അതുപോലെയാണ് അവരോട് പെരുമാറുകയുള്ളൂ. ഞാൻ പറയുന്ന അവസാനമായിട്ട്, നമ്മളൊക്കെ ജീവിച്ച് പോകുന്നതിന് മുമ്പായിട്ട് നല്ലതൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം.
അല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ പിറകോട്ട് നോക്കി ഇന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നെന്നെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണം. വെറുതെ ദിനങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയാൽ എല്ലാ അർത്ഥത്തിലും അത് വെറുതെയായിപ്പോവും, വൃഥാവിലായിപ്പോവും. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി വരണമെന്നില്ല. പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലും നമ്മൾ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവരെ എത്രയോ കണ്ടവരാണ്. അവിടുത്തെ തിരമാലകൾ അടങ്ങിയിട്ട് ഞാൻ ഈ കപ്പൽ ഇറക്കുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കപ്പൽ അവിടെ നുരുമ്പിരിച്ച് ഇല്ലാതായി പോകുമെന്നല്ലാതെ അത്തര അടങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല. അതേപോലെ നമ്മുടെ നല്ല നല്ല ഉദ്ദേശങ്ങളൊക്കെ സാധൂകരിക്കപ്പെടാൻ നമ്മൾ ഈ ലോകത്ത് അങ്ങനെ തന്നെ ഇറങ്ങി പുറപ്പെടണം. എങ്കിൽ മാത്രമേ വിജയക്കൊടി വെന്നിക്കൊടി പറപ്പിച്ച് തിരിച്ച് നമ്മുടെ ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ കണ്ടതും കേട്ടതും പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമില്ല. വിമർശനാത്മകമായ ബുദ്ധി നല്ലതാണ്, പക്ഷേ ന്യായമായിട്ടുള്ള ആ ഒരു കാര്യത്തിനും വേണ്ടി മാത്രമായിരിക്കണം. എല്ലാം വിമർശിക്കുക എന്ന് പറയുന്നത് അപകടമാണ്, സ്വന്തം ജീവിതത്തെ അതൊന്നുമല്ലാതെയാക്കും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടേതായ ലോകത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഒറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിനൊരു അർത്ഥം പാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുറുകെ പിടിക്കേണ്ട ഒന്നുണ്ട്, അത് ക്ഷമയാണ്. ഫസ്ബിർ സബ്റുൻ ജമീൽ. അല്ലാഹു തആല പറയുന്നുണ്ട്, ക്ഷമിക്കൂ, അത് ഏറ്റവും സുന്ദരമാണ്. ആ സുന്ദരം എന്ന് പറയുന്ന വാക്കിൽ, ആ സൗന്ദര്യം എന്ന ആ ഒരു വാക്കിൽ കുടികൊള്ളുന്ന അർത്ഥത്തിൻ്റെ വിശാലത അപാരമാണ്. അത് ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഒരു വാക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ അരവാക്ക് എങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുകയില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഫസ്ബിർ സബ്റുൻ ജമീൽ എന്ന വാക്കിൻ്റെ ആ ആയത്തിൻ്റെ ഭാഗം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളായി ജീവിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുക. പരോപകാരമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമുക്കത് വലിയ നേട്ടമായി മാറും. ഈ ലോകത്തും പരലോകത്തും അതിന് വലിയ നന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ വെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും പോകാനില്ല, കൊണ്ടുപോകാൻ അല്പം മാത്രമേ ഉള്ളൂ. നമുക്ക് കൊണ്ടുവന്നതോ അതൊന്നുമില്ല. നമ്മൾ ആദ്യം ആരുടെയോ കയ്യിലേക്ക് എത്തിയവരാണ്. ഇനി ആരുടെയൊക്കെ കൈകൾ കൊണ്ട് ഇവിടുന്ന് വിട പറയേണ്ടി വരുമാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് മറ്റാരൊക്കെയോ ആണ്. നമുക്കാദ്യം ഡ്രസ്സ് ധരിച്ചു തന്നത് ആരോ ഒരാളാണ്. ഇനി അവസാനമായി ഡ്രസ്സ് ധരിപ്പിക്കുന്നതും അതൊരു മുണ്ടാണെങ്കിൽ പോലും അത് നമ്മുടെ മേത്ത്, നമ്മുടെ ശരീരത്തിലിടുന്നത് മറ്റാരോ ആണ്. എന്തിന് നമ്മൾ ബന്ധവൈരികളാകണം? എന്തിന് നമ്മൾ ശത്രുത വെച്ച് പുലർത്തണം? ഇവിടെയുള്ള വളരെ നൈമിഷികമായ ജീവിതം എത്ര സുന്ദരമായി ആസ്വദിക്കാൻ പറ്റും. ഒരു റോസാപ്പൂവിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ മുള്ളുകൾ കൊള്ളാതെ ഒരു പുഷ്പം പറിച്ചെടുത്തിട്ട് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പം സുഗന്ധം ലഭിക്കണമെങ്കിൽ മനസ്സിലൊരു സുഗന്ധം ഉണ്ടാകണം. ടെൻഷൻ അടിക്കുന്ന ആൾക്ക് ആ സുഗന്ധം ആവോളം ആവാഹിക്കാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗന്ധങ്ങളും ദുഃഖങ്ങളും ആ സങ്കടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് നമ്മളായി. നമ്മുടെ ഓരോ ആളുകളും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉപരി വളർന്ന് വലുതാകണമെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൊടുക്കണം. എല്ലാം തകരട്ടെ, എല്ലാം അടിപിടി കൂടട്ടെ എന്ന ചിന്ത അത് അപകടമാണ്. അത് നമ്മളെയാണ് ആദ്യം നശിപ്പിക്കുക, പിന്നെ മറ്റുള്ളവരെയും നമ്മുടെ സറൗണ്ട് സിസ്റ്റത്തെയും അവസാനിപ്പിച്ച് കളയും. ഞാൻ അവസാനമായി പറയട്ടെ, നമ്മൾ കണ്ടുമുട്ടുന്നത് നന്മക്കായി മാറട്ടെ, നമ്മുടെ ചിന്തകൾ നന്മക്കായി മാറട്ടെ. ലോകത്തിന്, രാജ്യത്തിന്, കുടുംബത്തിന്, നാടിന് ഒക്കെ ഉപകാരപ്പെടുന്ന ചിന്തകളൊക്കെ കൊണ്ടുനടക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷാ അല്ലാഹ്.